നോമ്പിന് അതും ഈ ഒരു കൊടും ചൂടിൽ വേറെ എന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തി നമ്മളൊക്കെ വലിച്ചു കുടിക്കുന്ന ഒരൈറ്റമാണ് ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. കൂൾ ബാറിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ ലൈം ജ്യൂസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൂൾ ബാറിൽ നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ ചെറുനാരങ്ങ ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകയാണ് കേട്ടോ ചെയ്യുക. അത് അപ്പോൾ തന്നെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് കുറച്ച് സമയം വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറുനാരങ്ങ നീരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 2 ചെറുനാരങ്ങ, വലിയ ചെറുനാരങ്ങയുടെ 2 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി, ഒരുപാട് ഇഞ്ചിയൊന്നും വേണ്ട, ചെറിയൊരു പീസ് മതി. പിന്നെ 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പാണ്. ഞാനൊരു 5 or 6 അണ്ടിപ്പരിപ്പ് എടുക്കാം കേട്ടോ. അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര, ലൈം ജ്യൂസൊക്കെ അത്യാവശ്യം മധുരം വേണമല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഈ ഒരു സമയത്ത് ചേർക്കരുത്. നമുക്ക് അതൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണം. ഇഞ്ചിയും അതുപോലെ ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണമല്ലോ. കുറച്ച് വെള്ളത്തിൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തൊലിയൊന്നും കൂടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം ഈ ഒരു ലൈം ജ്യൂസ് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ടൊഴിക്കാം. എത്ര വെള്ളം വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ പുളിയൊക്കെ നോക്കിയിട്ട്, ചെറുനാരങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൈലൂട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്, എല്ലാവരും തയ്യാറാക്കിയെടുക്കുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. കൂൾ ബാറിൽ കിട്ടുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഇത് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങയുടെ പീസാക്കിയിട്ട് വെച്ചിട്ട് ഗ്ലാസ്സിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കാത്തവർ, ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്